നമസ്കാരം. ഡെമോക്രസിയാണ് ആദ്യം പ്രധാന തല്ലിക്കെട്ടുകൾ. KPCC പ്രസിഡന്റിന്റെ പട്ടാഭിഷേകത്തിന് ദില്ലിയിൽ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ഉമ്മൻചാണ്ടി. KPCC പ്രസിഡന്റിനെ നിയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് കോൺഗ്രസ് ഉപാധ്യക്ഷൻ ശ്രീ രാഹുൽജി ക്ഷണിച്ചനുസരിച്ചാണ് ഇന്ന് വന്നത്. വേണ്ടെന്നേ പറയാവൂ, അല്ലെങ്കിൽ വെയിറ്റ് പോകും. പക്ഷെ പുള്ളി നിർബന്ധിക്കും വായിക്കും. തോൽവികൾ ഇനിയും ഏറ്റുവാങ്ങുന്നതിന്റെ ഭാഗമായി കുമ്മനവും ദില്ലിയിൽ. 2019 ലോക്സഭാ ഇലക്ഷനിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തന യന്ത്രം സുസജ്ജമാക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. മറ്റാരെക്കാളും എനിക്കറിയാം നിന്നെ. ഇനിയെങ്കിലും മതി വരുവോളം ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ നിനക്ക്. വാഴ വെട്ടിയിട്ട പോലെ വീണുകിടക്കുന്ന മാണിസാറിന് തുണയായി PC അച്ചായൻ. ബഹുമാനപ്പെട്ട KM മാണിയെ കേരള രാഷ്ട്രീയത്തിൽ ഒരു അഭയാർത്ഥിയാക്കി മാറ്റിയ കോൺഗ്രസിൻ്റെയും MSന്റെയും പ്രവർത്തനങ്ങളിൽ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. മാണിയുടെ നീക്കത്തിന് വിലങ്ങ് തടിയാവുന്നത് PJ ജോസഫ് എന്നും PC. മാണി എന്ത് തീരുമാനിച്ചാലും ജോസഫും മോൻസും CF തോമസും നമ്മുടെ റോഷി ഹാസും യാതൊരു കാരണവശാലും LDFിലേക്ക് ഇല്ല, UDFിലേക്കേ ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കുക. മാണിയുടെ മകൻ ചെയർമാനാകുന്ന ഒരു പാർട്ടിയിൽ PJ ജോസഫിന് നിൽക്കാൻ കഴിയുമോ? അതാണ് ചോദ്യം. മുഖ്യമന്ത്രിയും സർക്കാരും വെട്ടിൽ വീണ് കിടക്കുമ്പോൾ കുട്ടികളോടൊപ്പം സമയം ചെലവഴിച്ച് കടകംപള്ളി. ലല്ലലം ചൊല്ലുന്ന ചെല്ലക്കിളികളെ വേടം കുരുക്കും കടങ്കഥ ഇക്കഥയ്ക്കുത്തരം തേടുവാൻ കൂടാമോ? ഇല്ലെങ്കിൽ ചൊല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. എല്ലാം കൂളായി കൈകാര്യം ചെയ്യുന്ന കടകംപള്ളിയെ സർക്കാരിൻ്റെ മൊത്തം ഉപദേശകനാക്കിയേക്കും. ദില്ലിയിൽ പൊടിമാറിയ ചർച്ചകൾ നടക്കുകയാണ്. അങ്ങ് ഹൈക്കമാൻഡിലാണ് ചർച്ചകൾ. അപ്പോൾ ചർച്ച എന്തായിരിക്കുമെന്ന് പിടികിട്ടി കാണുമല്ലോ. KPCC പ്രസിഡന്റ് തന്നെ. ഉമ്മൻചാണ്ടിക്ക് ആ കസേരയിലേക്ക് കയറിയിരിക്കാൻ ഏറ്റവും ഉചിതമായ അവസരമാണിത്. എന്നാൽ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഉമ്മച്ചൻ. അവിടെയാണെങ്കിൽ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾക്ക് എങ്ങനെയെങ്കിലും ഉമ്മൻചാണ്ടി ആ സ്ഥാനം ഏറ്റെടുത്തിട്ട് വേറെ ചില ഉദ്ദേശങ്ങളുമുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞത് മാറ്റി പറയാൻ തയ്യാറില്ലാത്ത ഉമ്മച്ചൻ ഇപ്പോഴും വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ്. എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ? ഇതുവരെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യമാണ്. അയ്യോ, ഡോക്ടർ പേടിക്കണ്ട, ധൈര്യം തരാനല്ലേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അയ്യോ, ഞാൻ ഭൂമിയായിട്ട് ഇങ്ങോട്ട് വിടാം, ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളൂ. KPCC പ്രസിഡന്റിനെ നിയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് കോൺഗ്രസ് ഉപാധ്യക്ഷൻ ശ്രീ രാഹുൽജി ക്ഷണിച്ചനുസരിച്ചാണ് ഇന്ന് വന്നത്. അദ്ദേഹത്തെ കണ്ടു, സംഘടനാ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. ഇനിയും മറ്റ് ഹൈക്കമാൻഡ് നടത്തേണ്ട മറ്റ് ചർച്ചകൾ നടത്തിയ ശേഷം ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എല്ലാവരും സ്വീകരിക്കും. വേണ്ടെന്നേ പറയാവൂ, അല്ലെങ്കിൽ വെയിറ്റ് പോകും. പക്ഷെ പുള്ളി നിർബന്ധിക്കും വായിക്കും. ഞാനെടുത്ത തീരുമാനം ഞാൻ അന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ച് ഹൈക്കമാൻഡിൻ്റെ കൂടി അനുമതിയോടുകൂടി ഞാൻ എടുത്തിട്ടുള്ള തീരുമാനമാണ്. അത് മാറ്റുന്നതിന് ആവശ്യമായ ഒരു സാഹചര്യവും ഇപ്പോൾ ഇല്ല. വേണ്ടെന്നേ പറയാവൂ, അല്ലെങ്കിൽ വെയിറ്റ് പോകും. ഞാൻ പ്രവർത്തന രംഗത്ത് നിന്ന് മാറുകയല്ല, ഒരു സ്ഥാനം എടുത്തുകൊണ്ടുള്ള പ്രവർത്തനത്തിന് ഞാനില്ല. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല എനിക്കായിരുന്നു. അതിലുണ്ടായ ഒരു ജനവിധി അത് അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ ഞാനെടുത്ത തീരുമാനമാണ്. അതിന് ഒരു മാറ്റവും ഇല്ല, ഒരു മാറ്റവും വേണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇപ്പൊ വേണ്ട, അതൊക്കെ ഇപ്പൊ പറയും. കുറച്ചുകൂടെ കഴിയുമ്പോൾ കൂടുതൽ ടെൻഷനാവും. എനിക്ക് ടെൻഷനൊന്നുമില്ല. ഒന്നുമില്ല, വാ, വേറെ ആരും പറയാതെ ഞാൻ നോക്കിക്കൊള്ളാം. പേടിക്കാതെ വന്നേ. അയ്യോ ചേട്ടാ വേണ്ട. അല്ല, അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. കാരണം ഹൈക്കമാൻഡിൻ്റെ കൂടി അനുമതിയോടുകൂടിയാണ് ഈ തീരുമാനം ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനൊരു നിർദ്ദേശം
ഹൈക്കമാൻഡ് ഭാഗത്തു നിന്ന് വന്നിട്ടില്ല, വരുത്തുമില്ല. അയ്യോ ഇപ്പൊ അതൊന്നും വേണ്ട. വേഗത്തിലൊരു തീരുമാനം എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. തെരഞ്ഞെടുപ്പിന് മുമ്പ് തീരുമാനം ഉണ്ടാകും. തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതിന് മുമ്പ് തീരുമാനം ഉണ്ടാകും. അല്ല, തീരുമാനം താമസിയാതെ എന്താണോ തീരുമാനം ആ തീരുമാനം ഉടനെ ഉണ്ടാകും. ഇടതിനും വലതിനും ദില്ലിയിൽ ചർച്ചകൾക്ക് പോയതിന് പിന്നാലെ കുമ്മനത്താശാനും ശിങ്കിടികളും അങ്ങ് ദില്ലിയിലെ നരിമടയിൽ പോയിരുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഭൂരിപക്ഷം സീറ്റുകളിലും വിജയം ലക്ഷ്യമിടുന്ന BJPക്ക് മലപ്പുറത്തേറ്റ കനത്ത പരാജയം വലിയ ക്ഷീണമായ സാഹചര്യത്തിലാണ് ദില്ലി യാത്ര. പരാജയം പാലക്കാട്ട് വെച്ച് ചർച്ച ചെയ്തപ്പോൾ കുമ്മനത്തിന് കിട്ടിയ അടിക്ക് കണക്കില്ല. അതിനു പുറമെ ഇവിടുത്തെ കഥകളൊക്കെ അങ്ങ് ദില്ലിയിലെത്തിയ സാഹചര്യത്തിൽ അമിത് ജിയാണ് കുമ്മനത്തെ അങ്ങോട്ട് വിളിപ്പിച്ചത്. കണക്കിന് അവിടെ നിന്നും കിട്ടിയ കോളുണ്ട്. എന്നാലും ഇതൊന്നും പുറത്ത് കാണിക്കാതെ തോൽവികൾ ഇനിയും ഏറ്റുവാങ്ങാനുള്ള മനക്കരത്തോടെ കുമ്മനം ഭാവി കാര്യങ്ങൾ പറയുകയാണ്. 2019 ലോക്സഭാ ഇലക്ഷനിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തന യന്ത്രം സുസജ്ജമാക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ബൂത്ത് തലം വരെ അതിൻ്റെ പ്രവർത്തനങ്ങൾ സുശക്തവും ആസൂത്രിതവും സുസംഘടിതവും വ്യാപകവുമാക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. മലയനോട് തൊടുത്തു മരിച്ച എൻ്റെ അച്ഛൻ ആദ്യം തന്നെ എന്നെ തോൽപ്പിച്ചു. ഇതിൻ്റെ ഭാഗമായി ദേശീയ അധ്യക്ഷൻ കേരളത്തിൽ ജൂലൈ 25, 26, 27 തീയതികൾ സന്ദർശിക്കുന്നുണ്ട്. ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകരെ, അതുപോലെ പഞ്ചായത്ത്, മണ്ഡൽ, ജില്ലാ, സംസ്ഥാന തലത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യകർത്താക്കൾ, അവരെയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് വിപുലമായ കൺവെൻഷനുകളും പ്രവർത്തക യോഗങ്ങളും നടത്തി പ്രവർത്തന യന്ത്രം സുസജ്ജമാക്കാനും ഊർജിതപ്പെടുത്തുവാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ കൈവറച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു. ആ യോഗങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെക്കുറിച്ചും അജണ്ടയെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായ രൂപം നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിലും മണ്ഡലതലത്തിലും ജില്ലാതലത്തിലുമുള്ള പ്രവർത്തകരുടെയും കാര്യകർത്താക്കളുടെയും എല്ലാം കൺവെൻഷനുകളും പ്രവർത്തനങ്ങളുമെല്ലാം ഉടനെ തന്നെ ശക്തിപ്പെടുത്തും. ഒന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോൾ മോഹിച്ച പെണ്ണു എന്നെ തോൽപ്പിച്ചു. ഇന്നലെ സംസ്ഥാന സമിതി യോഗം പാലക്കാട് കൂടുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ 2019 തെരഞ്ഞെടുപ്പ്, അതിൽ വിജയം നേടുവാൻ ആവശ്യമായിട്ടുള്ള കർമ്മപദ്ധതി സംസ്ഥാന സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അത് ദേശീയ അധ്യക്ഷനുമായി പങ്കുവച്ചു. അതുമായി മുന്നോട്ടേക്ക് പോകുവാൻ എല്ലാവിധ അനുവാദവും ദേശീയ അധ്യക്ഷൻ നൽകുകയുണ്ടായി. അവസാനം സത്യം വിശ്വസിക്കാതെ ചെങ്ങാതിയും തോൽപ്പിച്ചു. 2019 തെരഞ്ഞെടുപ്പിൽ കഴിയുന്നത്ര രാഷ്ട്രീയ കക്ഷികളെയും പ്രമുഖ വ്യക്തിത്വങ്ങളെയും എല്ലാം സമ്പർക്കം ചെയ്തുകൊണ്ട് NDAയുടെ പ്രവർത്തനം വിപുലവും വ്യാപകവുമാക്കുവാനാണ് ദേശീയ അധ്യക്ഷൻ നൽകിയിട്ടുള്ള നിർദ്ദേശം. നിലവിലുള്ള ഘടകകക്ഷികളും അതുപോലെ വരാൻ ഈ NDA സംവിധാനത്തിൽ ഒത്തുചേർന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികളും ഒക്കെയായി സംസാരിച്ച് ചർച്ച ചെയ്ത് NDAയുടെ അടിത്തറ വിപുലമാക്കാനും വ്യാപകമാക്കാനും ശക്തിപ്പെടുത്താനുമാണ് ദേശീയ അധ്യക്ഷൻ നൽകിയിട്ടുള്ള നിർദ്ദേശം. കുമ്മനത്തെ പോലൊരു മാന്യനായ വ്യക്തി വീണടത്ത് കിടന്ന് ഉരുണ്ട് ഇനിയും ശരീരത്തിൽ ചെളി പറ്റിക്കരുതെന്നാണ് എൻ്റെ അപേക്ഷ. തൃപ്തിയായില്ലേ? ഇനി ഏത് വേഷം കെട്ടണം? എന്തഭിനയിക്കണം? നൊന്ത് പിടയുമ്പോഴും കരഞ്ഞില്ല, ചിരിച്ചു. ചെയ്തതെല്ലാം തെറ്റ്, ക്രൂരത. എന്ത് പ്രായച്ചിത്തമാണ് ഞാൻ ചെയ്യേണ്ടത്? ഏത് അഗ്നിയിലാണ് ദഹിക്കേണ്ടത്? മറ്റാരേക്കാളും എനിക്കറിയാം നിന്നെ. ഇനിയെങ്കിലും മതി വരുവോളം ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ നിനക്ക്? ഇനി ഇടവേളയാണ്. PC ജോർജ് കാത്തിരിപ്പുണ്ട് പല വക പങ്കുവയ്ക്കാൻ.